ഇപ്പോൾ ഈ കാണുന്നത് പോലെ ചാർജ് ഫുൾ ആയാലും ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുന്ന കോപ്പർ കോയിൽ ട്രാൻസ്ഫോർമർ ഉള്ള ബാറ്ററി ചാർജർ ഒരു സോൾഡറിംഗ് പോലും ഇല്ലാതെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാർക്കും എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നേക്കുക. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഇതിൽ നിർമ്മിച്ച് കാണിക്കാൻ പോകുന്നത് 12 വോൾട്ടിന്റെ ഒരു ബാറ്ററി ചാർജർ ആണ്. അതിനായി നമുക്ക് വേണ്ടത് 14 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ട്രാൻസ്ഫോർമർ ആണ്. അത് നിങ്ങളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര ആംപിയറിലുള്ളത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ നിങ്ങളെ നിർമ്മിച്ച് കാണിക്കുന്നത് 5 ആംപിയറിന്റെ ഒരു ബാറ്ററി ചാർജർ ആണ്. അതിനായിട്ട് ഞാനിവിടെ 14 വോൾട്ട് 5 ആംപിയറിന്റെ ട്രാൻസ്ഫോർമർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം ആകെ 5 കണക്ഷനുകളാണുള്ളത്. ഇതിന്റെ പ്രൈമറി വരുന്നത് 2 കണക്ഷനുകൾ ഈ റെഡ് വയറാണ്. അതിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത്. 3 വയറുകളുള്ള ഭാഗമാണ് ഇതിന്റെ ഔട്ട്പുട്ട്, അതായത് സെക്കൻഡറി സൈഡ് വരുന്നത്. കട്ട് ഓഫ് ഇല്ലാത്ത ബാറ്ററി ചാർജർ നിർമ്മിക്കുന്നതിന്റെ വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇത് നമ്മളിവിടെ കട്ട് ഓഫ് ഉള്ള ബാറ്ററി ചാർജറാണ് നിർമ്മിക്കുന്നത്. ഇനി നമ്മൾ ഈ ചാർജറിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. ഇത് ഏറ്റവും ചെലവ് കുറച്ച് നിർമ്മിക്കുന്നതിന് ഞാനിവിടെ ഇതിനു വേണ്ടിയിട്ട് ക്യാബിനറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു മൾട്ടിവുഡിന്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലാണ് ട്രാൻസ്ഫോർമറും ബോർഡും എല്ലാം സ്ക്രൂ ചെയ്ത് ചാർജർ നിർമ്മിക്കുന്നത്. 6 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ള ഒരു മൾട്ടിവുഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ട്രാൻസ്ഫോർമറിന്റെ കൂടെ ഓട്ടോമാറ്റിക് ചാർജർ നിർമ്മിക്കുന്നതിന് നമുക്ക് ഒരു കട്ട് ഓഫ് ബോർഡ് കൂടി ആവശ്യമുണ്ട്. ഇപ്പോ ഈ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കട്ട് ഓഫ് ബോർഡാണ് നമ്മൾ ഈ പ്രൊജക്ടിനായിട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോൾഡറിംഗ് പോലും ഇല്ലാതെയാണ് നമ്മൾ ഈ ചാർജർ നിർമ്മിക്കുന്നത്. എല്ലാ കണക്ഷനുകളും അതിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ ടെക്നിക്കലായിട്ട് യാതൊരു പരിചയമില്ലാത്ത ഏതൊരു സാധാരണക്കാർക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കട്ട് ഓഫ് ഉള്ള ബാറ്ററി ചാർജർ നിർമ്മിച്ച് ഉപയോഗിക്കാനും വിൽപ്പന നടത്താനും ഒക്കെ കഴിയും. ബോർഡും ട്രാൻസ്ഫോർമറും എല്ലാം ഫിറ്റ് ചെയ്യാൻ ഇതുപോലെ മൾട്ടിവുഡ്, പ്ലൈവുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിന്റെ കഷ്ണമൊക്കെ ഉപയോഗിക്കാം. ഇതിലേക്ക് ബോർഡ് സ്ക്രൂ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളമുള്ളതുമായിട്ടുള്ള ബോർഡിന്റെ ഇൻഡിക്കേറ്റർ എല്ലാം പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പെറന്റ് ബോക്സ് കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ബോർഡിലേക്കുള്ള കണക്ഷന്റെ വയറുകളെല്ലാം കടത്തി വെക്കുന്നതിന് ഈ ബോക്സിന്റെ സൈഡിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ട്രാൻസ്ഫോർമർ ഞാൻ ഈ മൾട്ടിവുഡിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ബോക്സിന്റെ സൈഡിൽ വയർ കടത്തി വെക്കുവാനുള്ള കട്ടിങ്ങും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ഷനുകൾ ഓരോന്നായിട്ട് കൊടുത്തു തുടങ്ങാം. ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി സൈഡ് കണക്ട് ചെയ്യണമെങ്കിൽ അതിൽ കോപ്പർ ലീഡുകളാണുള്ളത്. അത് ഇൻസുലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കണക്ഷൻ എടുക്കണമെങ്കിൽ നന്നായിട്ട് ചുരണ്ടി കൊടുക്കണം. അത് എന്തെങ്കിലും മൂർച്ചയുള്ള കത്തിയോ ഹാക്സോ ബ്ലേഡിന്റെ പീസൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കോപ്പർ എല്ലാ ഭാഗവും പുറത്തേക്ക് കാണുന്ന രീതിയിൽ കണക്ട് ചെയ്യാവുന്ന അറ്റത്തെ മുഴുവൻ ഇൻസുലേഷനും സ്ക്രാച്ച് ചെയ്തിട്ട് കളയണം. ആദ്യം നമുക്ക് ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി കണക്ഷനായ 14 വോൾട്ടിന്റെ ലീഡുകൾ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അതിനായി ബോക്സിൽ വയർ കടത്തി വെക്കാൻ കട്ടിങ് ഇട്ടിട്ടുള്ള അതിലൂടെ ഈ 3 കണക്ഷനുകളും കടത്തി വെച്ചിട്ട് ബോർഡിലുള്ള 14 എന്ന് എഴുതിയിട്ടുള്ള ഈ 3 കണക്ഷനുകളിലേക്ക് അതിന്റെ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ഈ ട്രാൻസ്ഫോർമറിൽ നിന്ന് വരുന്ന കണക്ഷനുകൾ കണക്ടറിനകത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഒരു സൈഡിലുള്ള 14 വോൾട്ടിന്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നടുവിലുള്ള 0യുടെ കണക്ഷനാണ് കൊടുക്കുവാനുള്ളത്. അതും നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഈ കണക്ടറിനകത്തേക്ക് കടത്തി വെച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ക്രൂവും നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലൂസ് കണക്ഷൻ വരും. 2 കണക്ഷനുകൾ തമ്മിൽ ടച്ച് ആകാത്ത രീതിയിൽ ഇടയിൽ എന്തെങ്കിലും വയറിന്റെ കമ്പിയോ മറ്റോ പൊങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും വേണം. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് 14 വോൾട്ടിന്റെ അവസാനത്തെ ലീഡാണ്. അതും നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ വയറുകളാണ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 mm തിക്നെസ് ഉള്ള വയറാണ്. ഇതിൽ 2 ബാറ്ററി ക്ലിപ്പുകളും ക്രിമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിർമ്മിക്കുന്ന ചാർജറിന്റെ ആംപിയറിനനുസരിച്ച് വണ്ണത്തിലുള്ള വയറാണ് ബാറ്ററിയിലേക്ക് ഉപയോഗിക്കേണ്ടത്. ഇതിൽ പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നത് റെഡ് വയറും നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നത് ബ്ലാക്ക് വയറുമാണ്. നമ്മുടെ ചാർജർ കട്ട് ഓഫ് ബോർഡിൽ B+, B- എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന കണക്ഷൻ പോയിന്റുകളിലേക്കാണ് നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുന്നത്. B- ബ്ലാക്ക് വയർ, അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ഷൻ ഞാനിവിടെ സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് പോസിറ്റീവിന്റെ റെഡ് വയറാണ്. ഇവ കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വയറിന്റെ ഏതെങ്കിലും ഒരു കമ്പിയൊക്കെ പൊങ്ങി നിന്നിട്ട് തമ്മിൽ ടച്ച് ആകാൻ യാതൊരു സാധ്യതയും ഉണ്ടാകാത്ത രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ബാറ്ററിയുടെ കണക്ഷനുകൾ തമ്മിൽ നേരിട്ട് ടച്ച് ആയി കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് വയറുകളാകെ കത്തിപ്പിടിക്കാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. ഇപ്പോൾ B+ലേക്ക് പോസിറ്റീവിന്റെ റെഡ് വയറും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി കണക്ഷൻ, അതായത് 230 വോൾട്ട് ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന 2 വയറുകളാണ് കട്ട് ഓഫ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്.
TR എന്ന് എഴുതിയിട്ടുള്ള 2 കണക്ഷൻ പോയിന്റുകൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അതിലേക്കാണ് ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി കണക്ഷൻ രണ്ടും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് തമ്മിൽ മാറിപ്പോയാലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഞാൻ ഈ 2 കണക്ഷനുകളും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജർ വർക്ക് ചെയ്യാനുള്ള 230 വോൾട്ട് AC സപ്ലൈ കണക്ട് ചെയ്യുവാനുള്ള മെയിൻസ് കോഡാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കട്ട് ഓഫ് ബോർഡിൽ AC എന്ന് എഴുതിയിട്ടുള്ള 2 കണക്ഷൻ പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിലേക്കാണ് നമ്മൾ 2 പിൻ മെയിൻസ് കോഡ് കണക്ട് ചെയ്യുന്നത്. ഇതിന്റെയും വയറുകൾ തമ്മിൽ മാറിപ്പോയാൽ യാതൊരു പ്രശ്നവുമില്ല. തമ്മിൽ ടച്ച് ആകാത്ത രീതിയിൽ ശ്രദ്ധിച്ച് കണക്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ ഓട്ടോമാറ്റിക് ചാർജറിന് വേണ്ട എല്ലാ കണക്ഷനുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബോർഡ് മൾട്ടിവുഡിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അത് നമ്മൾ ഈ ട്രാൻസ്പെറന്റ് ബോക്സ് കൂട്ടിയിട്ടാണ് സ്ക്രൂ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ബോക്സ് അടച്ചു വെച്ചാലും അതിനകത്തുള്ള ഇൻഡിക്കേറ്റർ എല്ലാം വർക്ക് ചെയ്യുന്നത് പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിലുള്ള ഡയോഡ് പോലെയുള്ള കമ്പോണൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചൂടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്പെറന്റ് ബോക്സിന് മുകളിൽ അത്യാവശ്യത്തിന് വേണ്ട എയർ ഹോൾ എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം. അതൊരു സോൾഡറിംഗ് ആണ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി ചൂടാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഹോൾ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഇപ്പൊ നമ്മുടെ ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജറിന്റെ എല്ലാ വർക്കുകളും തീർന്നിട്ട് പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ കട്ട് ഓഫ് വോൾട്ടേജ് എല്ലാം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 വോൾട്ട് ബാറ്ററിയിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 12 വോൾട്ട് 7AH ബാറ്ററിയാണ്. ചെറിയ ബാറ്ററിയാണ്. വലിയ ബാറ്ററികളെല്ലാം ഇതിൽ ചാർജ് ചെയ്യാമെങ്കിലും നമുക്ക് പെട്ടെന്ന് കട്ട് ഓഫ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ നല്ലത് ആംപിയർ കുറഞ്ഞ ചെറിയ ബാറ്ററിയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാറ്ററി ഫുൾ ചാർജ് ആവുകയും സെറ്റിംഗ് പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുകയും ചെയ്യും. എന്ന് കരുതിയിട്ട് വലിയ ബാറ്ററി വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജർ സപ്ലൈ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഇപ്പോൾ ഇതിൽ റെഡ് ഇൻഡിക്കേറ്റർ ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ബാറ്ററി ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സാധാരണ ട്യൂബുലർ ടൈപ്പ് ഇൻവെർട്ടർ ബാറ്ററികളാണ് ചാർജ് ആക്കുന്നതെങ്കിൽ 14.4 വോൾട്ട് എത്തുമ്പോഴാണ് കട്ട് ഓഫ് പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓട്ടോമോട്ടീവ് ടൈപ്പ് ബാറ്ററികളാണെങ്കിൽ 13.8 മുതൽ 14 വോൾട്ട് വരെയൊക്കെ കട്ട് ഓഫ് പോയിന്റ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ബാറ്ററി വോൾട്ടേജ് കൂടി വരുന്നുണ്ട്. ഇനി നമ്മളിത് 14.4 വോൾട്ട് എത്തുമ്പോൾ ഇതിലുള്ള പ്രീസെറ്റ് ഒന്ന് ഇടത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കൃത്യം പോയിന്റ് എത്തുമ്പോൾ തന്നെ ചാർജിങ് ഓഫ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ പതിയെ തിരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കട്ട് ഓഫ് പോയിന്റ് വളരെ കൃത്യമായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജർ ഫുൾ ചാർജ് ആയപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. സൂചനയായിട്ട് ഒരു ഗ്രീൻ ഇൻഡിക്കേറ്ററും തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ചാർജിങ് ആരംഭിക്കണമെങ്കിൽ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു വന്ന് 12.8 വോൾട്ട് ഒക്കെ ആവുമ്പോൾ വീണ്ടും ചാർജിങ് റീകണക്ട് ആവും. ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ബാറ്ററിയിലെ ചാർജ് കുറഞ്ഞപ്പോൾ നമ്മുടെ ചാർജർ വീണ്ടും ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കട്ട് ഓഫ് പോയിന്റ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ബാറ്ററി ചാർജർ ഓഫ് ആവും. അപ്പോൾ നമുക്ക് കറണ്ടും ലാഭിക്കാൻ പറ്റും, നമ്മുടെ ബാറ്ററിയും കേടാവില്ല. ഏറ്റവും ചെലവ് കുറച്ച് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കട്ട് ഓഫ് ഉള്ള ബാറ്ററി ചാർജർ നിർമ്മിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചത്. ഇങ്ങനെ സ്പെയർ പാർട്സുകൾ സംഘടിപ്പിച്ചിട്ട് ചാർജർ നിർമ്മിക്കാൻ സമയവും സന്ദർഭവും ഇല്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ സ്വിച്ചും ഫ്യൂസ് ഹോൾഡറും എല്ലാം ഉള്ള റെഡിമെയ്ഡ് ഓട്ടോമാറ്റിക് ചാർജർ ഇതേ ബോർഡ് തന്നെ വെച്ച് നിർമ്മിച്ചത് ലഭ്യമാണ്. ഇനി നിങ്ങൾ ഇതുപോലെ ക്യാബിനറ്റിനകത്താണ് നിർമ്മിക്കുന്നതെങ്കിൽ ഇതിൽ കാണിക്കുന്നത് പോലെ ബോർഡ് സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ഇൻഡിക്കേറ്ററിന്റെ കണക്ഷൻ വയർ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതുപോലെ LED ഹോൾഡർ ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. കട്ട് ഓഫ് ഇല്ലാത്ത ചാർജർ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കാണിച്ച കട്ട് ഓഫ് ബോർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ചാർജർ ഓട്ടോമാറ്റിക് ആക്കി മാറ്റിയെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ള ഫുൾ ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജർ വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ഫോർമറിന്റെ ആംബിയറിനനുസരിച്ച് നമുക്ക് ചെറിയ ബാറ്ററിയും ഇതുപോലെ വലിയ ബാറ്ററിയും എല്ലാം ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇത് ഫുൾ ചാർജ് ആകുമ്പോൾ കട്ട് ഓഫ് ആവുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കറണ്ട് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ ലൈഫും തന്നെ വളരെയധികം അത് കൂടി കിട്ടുകയും ചെയ്യും. സ്ഥിരമായിട്ടൊക്കെ ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആവശ്യങ്ങളാണ് നിങ്ങൾക്കെങ്കിൽ എന്തായാലും ഓട്ടോമാറ്റിക് ചാർജർ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാതെ താൽക്കാലികമായിട്ടൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മാത്രം ചാർജ് ചെയ്താലൊക്കെ മതിയെങ്കിൽ കട്ട് ഓഫ് ഇല്ലാത്ത ചാർജറും ഉപയോഗിക്കാം. അത്തരത്തിലുള്ള ചാർജറുകളും നമ്മുടെ പക്കൽ ലഭ്യമാണ്. ഇപ്പോൾ നമ്മളിവിടെ നിർമ്മിച്ചത് കോപ്പർ കോയിൽ ട്രാൻസ്ഫോർമർ ഉള്ള ക്വാളിറ്റി ഉള്ള ചാർജറാണ്. ഇതിനു വേണ്ട ട്രാൻസ്ഫോർമർ 5 ആംപിയർ വരെയുള്ളതൊക്കെയാണ് നോർമലായിട്ട് മാർക്കറ്റ് കിട്ടുന്നത്.
അതിൽ കൂടുതൽ ആംബിയർ ഉള്ള ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചാണ് നിങ്ങൾ ചാർജർ നിർമ്മിക്കുന്നതെങ്കിൽ ഈ ബോർഡിലുള്ള ഡയോഡുകൾക്ക് പകരം ആംബിയർ കൂടിയ ഡയോഡുകൾ പുറത്ത് ഉപയോഗിച്ചിട്ട് അതിന്റെ കണക്ഷനുകളും ട്രാൻസ്ഫോർമറിന്റെ കണക്ഷനുകളും എല്ലാം ഈ ബോർഡിലേക്ക് സോൾഡർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കട്ട് ഓഫ് സെറ്റിംഗ്സ് എല്ലാം നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള റെഡിമെയ്ഡ് ചാർജറാണ് വേണ്ടതെങ്കിൽ 10 ആംബിയറിന്റെയും 20 ആംബിയറിന്റെയും ഒക്കെ SMPS ടൈപ്പ് ഇന്റലിജന്റ് ചാർജറുകൾ ലഭ്യമാണ്. ഇതിൽ നോർമൽ ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ്ങും എല്ലാം സപ്പോർട്ട് ചെയ്യും. 10 ആംബിയർ ചാർജറിൽ 6 വോൾട്ട് 12 വോൾട്ട് ബാറ്ററികളും 20 ആംബിയറിന്റെ ചാർജർ ആണെങ്കിൽ 12 വോൾട്ടിന്റെ ബാറ്ററിയും 2 ബാറ്ററികൾ ഒരുമിച്ച് 24 വോൾട്ട് ആക്കിയിട്ടും ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൽ 10H മുതലുള്ള ചെറിയ ബാറ്ററികൾ മുതൽ 200H വരെയുള്ള വലിയ ബാറ്ററികൾ വരെ ചാർജ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫുൾ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക. ഈ വീഡിയോയിൽ കാണിച്ച ബാറ്ററി ചാർജിംഗ് കട്ട് ഓഫ് ബോർഡും എല്ലാത്തരം ബാറ്ററി ചാർജറുകളും നിങ്ങൾക്ക് കൊറിയർ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്